ഹലോ, വെൽക്കം ടു ചാനൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ ഇതുവരെ നടത്തിയ സൈനിങ്സിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, കാരിക്കിൻ്റെ സിസ്റ്റത്തിലേക്ക് അവരെങ്ങനെയാണ് ടാക്റ്റിക്കലി ഫിറ്റാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫസ്റ്റ് മിഡ്ഫീൽഡ് സൈനിങ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത് ആൻഡ്രേ സാന്റോസ് എന്ന 22 വയസ്സുള്ള ബ്രസീലിയൻ മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ ചെൽസിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ കളിച്ചൊരു പ്ലെയറാണ്. ഇപ്പോൾ രണ്ടാമത്തെ മിഡ്ഫീൽഡ് സൈനിങ് ആയിട്ട് കൊണ്ടുവന്നത് ആസ്റ്റൺ വില്ലയിൽ നിന്ന് യൂറി ടീലിമൻസിനെ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിട്ടാണ് നമ്മൾ സൈൻ ചെയ്തിട്ട്. സോ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം യുണൈറ്റഡ് എന്തായാലും ഒരു തേർഡ് മിഡ്ഫീൽഡറെ കൂടി സൈൻ ചെയ്തേക്കും. എൻ്റെ ഒപ്പീനിയൻ പ്രകാരം ആൻഡ്രേ സാന്റോസ് ഒരു സ്ക്വാഡ് ഓപ്ഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കോമ്പറ്റീഷൻസ് ഈ സീസണിൽ യുണൈറ്റഡ് കളിക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിലൊക്കെ നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ കപ്പ് കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ആൻഡ്രേ സാന്റോസ്. യങ് ആണ്, ഡെവലപ്പിംഗ് ആണ്, നല്ല ഒരു ഹൈ സീലിംഗ് ഉള്ള ഒരു പ്ലെയറാണ്. എന്നാൽ യൂറി ടീലിമൻസിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യലി ഡയറക്റ്റായിട്ട് തന്നെ ഒരു സ്റ്റാർട്ടർ ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. പ്രീമിയർ ലീഗ് കോൺസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാം. യൂറി ടീലിമൻസ് ഇപ്പോൾ ലെസ്റ്റർ സിറ്റിയിലായാലും അതിനുശേഷം ആസ്റ്റൺ വില്ലയിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ യൂറി ടീലിമൻസ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്ലെയറാണ്. പുള്ളിയുടെ കരിയർ എടുത്താൽ പുള്ളി ഓൾമോസ്റ്റ് ഒരു 16-17 വയസ്സിൽ തന്നെ ആൻഡർലെക്റ്റ് എന്ന ബെൽജിയൻ ക്ലബ്ബിൽ ഒരു സ്റ്റാർട്ടറായിരുന്ന പ്ലെയറാണ്. ഓൾമോസ്റ്റ് ഒരു വണ്ടർ കിഡ് എന്ന രീതിയിലായിരുന്നു പണ്ട് യൂറോപ്യൻ ഫുട്ബോളിൽ ടീലിമൻസിനെ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം മൊണാക്കോയിലേക്ക് ഒരു മൂവ് നടത്തി. അവിടെ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ലെങ്കിലും പിന്നീട് ലെസ്റ്റർ സിറ്റിയിലേക്ക് വന്നു. സിറ്റിയിലിരിക്കെ പണ്ട് തന്നെ യുണൈറ്റഡുമായിട്ട് ലിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്ന പ്ലെയറാണ് ടീലിമൻസ്. പിന്നീട് ഒരു ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് ആസ്റ്റൺ വില്ലയിലേക്ക് പോയത്. അന്ന് നമുക്ക് യുണൈറ്റഡിന് വേണമെങ്കിൽ സൈൻ ചെയ്യാമായിരുന്നു. പിന്നീട് ആസ്റ്റൺ വില്ലയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു യൂറി ടീലിമൻസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ യൂറി ടീലിമൻസ് എന്ന പ്ലെയറിൻ്റെ സ്ട്രെങ്ത്സ് എന്താണ്, വീക്ക്നെസ്സസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ അതിന് മുമ്പായിട്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോൾ ആവശ്യമുള്ള പ്രൊഫൈൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാസമിറോ റീപ്ലേസ്മെൻ്റ് ആണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ കാസമിറോ എന്തുകൊണ്ടാണ് നമുക്കൊരു കഴിഞ്ഞ സീസണിൽ ഒരു വൈറ്റൽ പ്ലെയർ ആയിരുന്നത് എന്ന് നോക്കിയാൽ മെയിനായിട്ട് പുള്ളിയുടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. അതല്ലാതെ പലരും അണ്ടർ റേറ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു പ്രോഗ്രസീവ് പാസിങ്. ഇപ്പോൾ കാസമിറോ ആണ് ഇപ്പോൾ ബ്രൂണോയിലേക്കും നമ്മുടെ ഫോർവേഡ്സിലേക്കും ആ ഒരു ലോങ് ബോൾസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബോൾസ് കൊടുത്തിരുന്ന ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ കോബി മൈനു പുള്ളിക്ക് ലാക്ക് ചെയ്യുന്ന ഒരു എബിലിറ്റി എന്നുള്ളതും ഈ പാസിംഗ് റേഞ്ചാണ്. അത് നമുക്ക് ഇപ്പോൾ ഡീപ്പിൽ നിന്നോ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള പാസസ് തരാൻ നമ്മളെ സഹായിച്ച ഒരു പ്ലെയറായിരുന്നു കാസമിറോ. ഇപ്പോൾ കാസമിറോ റിപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുന്നത് ആ ഒരു ഡിഫെൻസീവ് ഒരു മോൺസ്റ്റർ ഗ്രൗണ്ട് ഈറ്റർ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫെൻസീവ് ഡ്യൂവലർ എന്നുള്ളൊരു പ്രൊഫൈലാണ്. പക്ഷേ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഈ പ്രോഗ്രസീവ് പാസിംഗ് എന്നുള്ള ഒരു എബിലിറ്റി, ഇപ്പോൾ അതിനെ വളരെ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ ടീലിമൻസ്. കഴിഞ്ഞ സീസണിലെയും കഴിഞ്ഞ മുന്നത്തെ സീസണിലൊക്കെ സ്റ്റാറ്റ്സ് എടുത്താൽ പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രസീവ് പാസേഴ്സ് ആണ് ടീലിമൻസ്. അങ്ങനെ ഒരു പാസിംഗ് പ്രൊഫൈലാണ് നമ്മളിപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് വരുന്നത്. ബിക്കോസ് പുള്ളിയുടെ കളി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഈസ് ആൻ എക്സലൻറ്റ് പാസർ. വൈഡ് റേഞ്ച് ഓഫ് പാസിംഗ്, ഷോർട്ട് പാസസ് ആയാലും, ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രസ് വരുമ്പോൾ ഒരു അടുത്തുള്ള മിഡ്ഫീൽഡർക്ക് ഒരു ബൗൺസ് പാസിംഗ് കൊടുത്തിട്ടുള്ള മൂവ്മെൻ്റ് ആയാലും, ലോങ് റേഞ്ച് പാസിംഗ് ആയാലും, ഡയറക്റ്റായിട്ട് ഫോർവേഡ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്കുള്ള ലൈൻ ബ്രേക്കിംഗ് പാസസ് ആയാലും, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രീമിയർ ലീഗ് പ്ലെയറാണ് യൂറി ടീലിമൻസ്. ഓൾസോ ഡ്രിബ്ലിങ്ങിൽ പുള്ളി അത്ര മോശമല്ല. ഇപ്പോൾ അത്യാവശ്യം ഒരു പ്രഷർ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നൈസായിട്ടൊന്ന് ഡ്രിബിൾ ചെയ്ത് മാറാൻ വലിയ ഒരു ബോൾ ക്യാരിങ് ഡ്രിബിളറൊന്നുമല്ല. ഇപ്പോൾ മെയിനോൻ്റെ ലെവൽ ഡ്രിബ്ലിംഗ് ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ഒരു പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡ്രിബ്ലിംഗ് സ്കിൽസൊക്കെ പുള്ളിക്കുണ്ട്. പിന്നെ പുള്ളിയുടെ മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്ലോ ആണ്. കമ്പാരിറ്റീവ്ലി മറ്റ് മിഡ്ഫീൽഡ് വെച്ചുമ്പോൾ പുള്ളി സ്ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ലാർജ് സ്പേസ് കവർ ചെയ്യാൻ, ഇപ്പോൾ നമ്മളൊരു കൗണ്ടർ അറ്റാക്ക് വരികയാണ്, ഇപ്പോൾ ലാർജ് സ്പേസ് ഓടി കവർ ചെയ്യാനുള്ള ആ ഒരു അജിലിറ്റി ഇല്ല എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ വീക്ക്നെസ്. പക്ഷേ പൊസിഷനിങ് വെച്ചിട്ടാണ് അതിനെ പരമാവധി ഇപ്പോൾ ആസ്റ്റൺ വില്ലയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പൊസിഷനിങ് ഇപ്പോൾ കാസമിറോനെ പോലെ കാസമിറോയ്ക്ക് ഒരുപാട് ഏരിയ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുള്ളിയുടെ പീക്കിൽ ആയിരുന്നപ്പോൾ പോലും പുള്ളിയുടെ പൊസിഷനിങ് ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മേജർ ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് അവയർനെസ് ഉള്ള ഒരു പ്ലെയറാണ് യൂറി ടീലിമൻസ്. പിന്നെ ഞാൻ മെയിനായിട്ട് കണ്ട കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മെയിനോനും ടീലിമൻസിനും ഒരുമിച്ച് ഒരു മിഡ്ഫീൽഡിൽ ഇറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മാച്ചാണ് അല്ലെങ്കിൽ ഒരു വീക്കർ ഒപ്പോസിഷനാണ് ഉള്ളെങ്കിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മിഡ്ഫീൽഡ് കോമ്പിനേഷൻ വർക്കാവുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മാച്ചസിൽ ഇങ്ങനത്തെ 2 മിഡ്ഫീൽഡേഴ്സിനെ ഇറക്കുമ്പോൾ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി ഡോമിനേഷൻ കൊണ്ടുവരാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ കാരിക്കിൻ്റെ മിഡ്ഫീൽഡിൽ പൊതുവേ ആ മിഡ്ഫീൽഡേഴ്സിനെ അടുത്ത് കൊണ്ടുവന്ന് ഷോർട്ട് പാസസും വൺ ടച്ച് പാസസും കളിച്ച് ബോൾ പ്രോഗ്രസ് ചെയ്യാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിക്ക് നോക്കുമ്പോൾ വളരെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സൈനിങ് തന്നെയാണ് ടീൽമൻസ് എന്നുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് യൂറിയോ ടീൽമൻസിനെയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ സ്റ്റാർട്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. സോ വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.